ഞാനിന്ന് പണിക്ക് പോകും കേട്ടാ. നീ ആരെവിടേക്കും പോകണ്ട, പണിക്ക് പോകാൻ വേണ്ടി പോകുന്നു. എല്ലാം മറ്റന്നാളെ മക്കൾക്ക് സ്കൂൾ ഓർക്കൂലേ, ഒന്നും വാങ്ങിയിട്ടില്ല, ബാഗും കൊടയും ഒന്നും വാങ്ങിയിട്ടില്ല. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പണിക്കൊന്നും പോകണ്ടാന്ന്. പിന്നെ ഞാൻ പോവാണ്ട് എന്താ ചെയ്യാ മക്കൾക്ക്? മക്കാര്യം നീയല്ലേ ഇപ്പൊ നോക്കണം. അല്ലെങ്കിൽ തന്നെ ഭയങ്കരമായി പോയി മക്കൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്കിന്ന് വൈകുന്നേരം പൈസ കിട്ടും, അപ്പൊ വാങ്ങാം. ബാഗും കൊടയും പടിയല്ലേ. വാങ്ങാട്ടാ. വൈകുന്നേരം വാങ്ങാട്ടാ. പണിക്ക് പോവാൻ നടക്കുന്നു. വൈകുന്നേരം വരുമ്പോ സ്പൈഡർമാന്റെ ബാഗ് കൊണ്ടുവരും. എനിക്കും കൊണ്ടുവരും കേട്ടോ. എനിക്ക് ബാർബീന്റെ ബാഗ് കൊണ്ടുവരും. ബാഗ് കൊടയും കൊണ്ടുതരും. പിന്നെ നിനക്ക് മാത്രല്ല കൊട, എനിക്കും ഉണ്ട് കൊട. പോണോ? അച്ഛൻ്റെ വരാത്ത അതന്നെ. അയ്യോ, അതിപ്പോ പൊട്ടി തൂങ്ങുവല്ല. ഇതന്നെ എന്റെ അച്ഛൻ വന്ന് കെട്ടിത്തന്നോണ്ടുണ്ടായി. ഇവിടെ ഉള്ളവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. എന്ത് മഴ, എന്ത് കാറ്റ്. എല്ലാം വാങ്ങും അച്ഛൻ. എന്റെ മക്കൾക്ക് വേണ്ട എല്ലാ സാധനം അച്ഛ വാങ്ങും. അവളെവിടെ? വാടി, ഇറങ്ങി വാടി ഇങ്ങോട്ട്. എന്തുണ്ടാക്കടിയോടാ? കള്ളുടിച്ചിട്ടാ വന്നത്? ഞാൻ കള്ളുടിക്കോടി. ഞാൻ പണിയെടുക്കുന്ന പൈസക്ക് ഞാൻ കള്ളുടിക്കും. അത് ചോദിക്കാൻ നീ ആരാടി മോളെ? പൈസ എല്ലാം തീർത്തിട്ടുണ്ടാവും അല്ലേ? മക്കൾക്ക് ബുക്കും കൊടയെല്ലാം വാങ്ങിക്കണ്ടേ? നീ അല്ലടി വലിയ പണിക്കാരി. പണിക്കാരിയല്ലേ നീ? നീ ഉണ്ടാക്കണം മക്കൾക്ക് കൊടയും പടിയെല്ലാം. പണിക്ക് പോകാൻ പോയതല്ലേ? നിങ്ങൾ ഒറ്റടുത്ത് ഞാൻ ബാക്കി വെച്ച കൂടാ. എന്നോടാ കളി. പോടാ പണിക്കോട്ട്. ആരോടും പോയിട്ട് ഉണ്ടാക്കടി. മക്കളെ നോക്കടി. ഞാനാ നോക്കണ്ടത്. ദൈവമേ, എന്റെ മക്കളൊരവസ്ഥ നോക്കാൻ എനിക്ക് വയ്യ. വിഷമിക്കണ്ട കേട്ടാ. അമ്മേന്റെ മക്കൾക്ക് അമ്മ ബാഗും കൊടയെല്ലാം വാങ്ങിത്തരുവേ. അമ്മ പണിക്ക് പോയിട്ട് അതെങ്കിലും വാങ്ങിത്തരും കേട്ടാ. വിഷമിക്കണ്ട മോളെ. വാവേനെ നോക്കണേ. അമ്മ പോയിട്ട് വരാട്ടാ. രണ്ടാളും ചോറെല്ലാം എടുത്ത് കഴിക്കണേ. നിന്റെ അടുത്ത് പൈസ എന്തെങ്കിലും ഇരിപ്പുണ്ടാ? നാണമില്ല നിങ്ങൾക്ക് എന്നോട് പൈസ ചോദിക്കാൻ വേണ്ടിട്ട്. എന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ മക്കൾക്ക് ബാഗും കൊടയെല്ലാം വാങ്ങിച്ചു കൊടുത്തേനെ. നിന്റെ പോക്കാന്നിരുത്തി തരും. നിന്റെ പണിക്ക് പോക്ക് എന്നാ നിങ്ങൾ എനിക്ക് ചെലവിനതാ. ഞാൻ പണിക്ക് പോകുന്നില്ല. അധികം പറഞ്ഞാണ് പോടി. നിന്റെ അടുത്തെല്ലാം പൈസ ഉണ്ടാവും, എനിക്കറിയാം. നീ എല്ലാം തരാണ്ട് വെച്ചിട്ട് നശിക്കാൻ എന്റെ പണം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് മക്കൾക്കൊന്നും ഒരു ഉപകാരത്തിന് ഉണ്ടാവൂലല്ലോ. മനുഷ്യന് ജീവിക്കാനും അനുവദിക്കൂല. എത്ര തുടച്ചാലും എത്ര വേഗം പൊടി വരുന്നത്. എങ്ങനെ നോക്കിയാലും പൊടി തന്നെ. ദേശജേ ദേ ഇവിടെ ഇട്ടാ കുറച്ച് മാറാല, അതൊന്ന് വൃത്തിയാക്കിയേക്ക്. പിന്നെ ഇതോട് കഴിഞ്ഞെങ്കിൽ നീ പിന്നെ പോവാൻ നോക്കോട്ടാ. പിന്നെ എങ്ങനെയാ, നീ നാളെ വരൂലേ? നാളെ വരാം. പിന്നെന്തല്ല ചേച്ചി, എനിക്ക് പൈസ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതിന് പൈസ എന്തെങ്കിലും മുന്നേ പെൻഡിങ് ഉണ്ടാ? ഇല്ല, അതില്ല. എനിക്ക് 2 ദിവസത്തെ പൈസ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതെന്തേ? നാളെ സ്കൂൾ തുറക്കല്ലേ ചേച്ചി. മക്കൾക്കാണെങ്കിൽ ബാഗും കൊടയും ബുക്കും ഒന്നും വാങ്ങിയിട്ടില്ല. പൈസ കിട്ടിയിരുന്നെങ്കിൽ അതെല്ലാം വാങ്ങിക്കായിരുന്നു മക്കൾക്ക്. ഒന്നാമത്തെ കാര്യം സുജയൻ, നീ വല്ലപ്പോഴുമാണ് പണിക്ക് തന്നെ വരുന്നത്. നീ ഇന്ന് വന്ന് നാളെ വരൂല. അങ്ങനെ നീ ഒന്നരാടെ പണിയെടുക്കണം എന്ന് എനിക്ക് ഞാൻ എങ്ങനെയാണ് 2 ദിവസം മുൻകൂട്ടി പൈസ തരേണ്ടത്? അത് മാത്രമല്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നുമില്ല. ഏട്ടൻ വരാതെ പൈസയൊന്നും കിട്ടൂല. പിന്നെ എനിക്കിപ്പോൾ നിനക്കറിയാലോ, എനിക്കിപ്പോൾ ഒരു പണിക്കാരനെ വെക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നിൻ്റെ അവസ്ഥയും കൂടി അങ്ങനെയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പണിക്കാരി വെച്ചത്. പിന്നെ അതല്ലാണ്ട് നീ മുൻകൂട്ടി ഒന്നും ചോദിച്ചാൽ എനിക്കത് പൈസയൊന്നും തരാൻ പറ്റൂല. നീ ഇപ്പം ചെല്ലു സുജയ്, അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അല്ലേ ചേച്ചി, ചേച്ചിനെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത് തന്നെ.
നാളെ മക്കൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ അവരൊരുപാട് പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഞാൻ പുതിയ ബാഗും കുടയെല്ലാം വാങ്ങിക്കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ അതില്ലാണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവർക്ക് വിഷമാവും ചേച്ചി. ഞാൻ എന്തായാലും വന്നിട്ട് പണിയെടുത്തോളാം. എന്തെങ്കിലും ആക്കിയിട്ട് എങ്ങനെയെങ്കിലും താ ചേച്ചി. ഞാൻ ഇനി മുടങ്ങാണ്ട് വന്നോളാം. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാന്ന്. എൻ്റെ അവസ്ഥയിലും ചേച്ചിക്ക് അറിയുന്നതല്ലേ. ഞാനിന്ന് പൈസയായിട്ട് പോയിട്ടില്ലെങ്കിൽ എൻ്റെ മക്കൾ നാളെ സ്കൂളിൽ പോകൂലേ ചേച്ചി. എല്ലാവരും പുതിയ ബാഗും കുടയും യൂണിഫോമെല്ലാം ഇട്ടിട്ട് പോകുമ്പോൾ എൻ്റെ മക്കൾ മാത്രം പഴയതിട്ടിട്ട് പോണ്ടേ. അതുകൊണ്ടാണ് ചേച്ചി. അവർക്കും ഉണ്ടാവൂലേ ആഗ്രഹങ്ങൾ. നീ എന്ത് പറഞ്ഞാലും ശരി, ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല തരാൻ വേണ്ടിയിട്ട്. ഇനി ഏട്ടൻ വന്നാലേ എന്റെ കയ്യിൽ പൈസ കിട്ടുള്ളൂ. നീ ഇപ്പൊ പോവാൻ നോക്ക്. വേറെ ഇവിടെ നിന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല. നീ എവിടെ നിന്നേ? പൈസ പോട്ടെ. നിങ്ങൾ എൻ്റെ അടുത്ത് പൈസ തന്നേപ്പിച്ചിട്ടുണ്ടാ? പിന്നെ നീ പൈസ ഇല്ലാണ്ട് പിന്നെ എന്റെ അടുത്ത്? എനിക്ക് പണിയെടുക്കാൻ പോയടുത്ത് പൈസ കിട്ടിയിട്ടില്ല. പൈസ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? കൊറേ ആയാലും നീ എന്നെ പൊട്ടനാക്കുന്നു. എന്നെ പൊട്ടനാക്കിയിട്ട് അങ്ങനെ ജീവിക്കാൻ വിചാരിക്കണ്ട. ഇവിടെ കൊന്നുകളെ ഞാൻ എല്ലാത്തിനും കാണിക്കണം. ഇങ്ങോട്ട് എന്റെ അടുത്ത് പൈസ ഇല്ലാന്ന്. ഞാൻ നോക്കട്ടെ പൈസ. നിങ്ങളൊന്ന് പോയൊന്ന്. എന്നെ പൊട്ടനാക്കുന്ന പൈസ ഉണ്ടോ ഞാൻ നോക്കട്ടെ. പൈസയും പേഴ്സ് വെച്ചിട്ടുണ്ടവള്. എവിടെ വെച്ച പൈസ? എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. ഞാൻ ഇനി എന്റെ മക്കൾക്ക് നാളെ എന്താക്കുന്ന ആലോചിച്ചിട്ട് പിന്നെ നീ എന്തിനാണ് രാവിലെ ഒരുങ്ങി കെട്ടി പോയത്? പൈസയിലൊരു മണ്ണാങ്കട്ടിയിലാണ്. എന്റെ മക്കളൊരവസ്ഥ. മക്കളെ രണ്ടാൾ പുറത്ത് തന്നെ ഉണ്ടല്ലോ. വാ. അമ്മ എവിടെ? അമ്മ അകത്തുണ്ട്. വിളിക്ക് അമ്മനെ. വിളിക്ക് അമ്മേ. അമ്മ ഒരു ചേട്ടനും ഉണ്ട്. ആ അവിടെ ഉണ്ട് അവര്. ചേച്ചിയാ? ചേച്ചി എന്താ ഇവിടെ? വാ ചേച്ചി കേറി ഇരിക്ക്. മക്കളെ ഇരിക്കെ. സുജൻ പ്രതീക്ഷിച്ചില്ലല്ലേ? ഇല്ല, എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ ഷോക്കായി പോയി. വാ രണ്ടാളും വാ. നാളെ സ്കൂളൊക്കെ തുറക്കല്ലേ? ബുക്കും സാധനങ്ങളൊക്കെ വേണ്ടേ? ബാഗൊക്കെ വേണ്ടേ? അപ്പതാ രണ്ടാക്കുള്ള ബുക്കും ബാഗും എല്ലാം ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പൊ രണ്ടാളും പിടിച്ചു കൊടുക്ക. താങ്ക് യു. അപ്പൊ രണ്ടാളും നന്നായിട്ട് പഠിക്കണം കേട്ടാ. നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ നേടണം കേട്ടാ. എന്നാലേ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറുള്ളൂ അല്ലേ? പഠിക്കൂലേ നല്ലോണം? സന്തോഷായില്ലേ? അന്നെ പോയിട്ട് അകത്ത് പോയിട്ട് എല്ലാം നോക്ക്. ഇഷ്ടപ്പെട്ടോന്നെല്ലാം നോക്കണേ. സുജയ് നീ കരയണ? നീ എന്താ കരുതിയേ? നീ ചോദിച്ചപ്പോ എന്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാ ഞാൻ തരാഞ്ഞെന്നാ? എനിക്കറിയാം ആ പൈസ ഞാൻ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ മക്കൾക്കായിട്ട് ഒരു ഉപകാരത്തിന് എത്തൂലെന്ന്. അതുകൊണ്ടാണ് ഞാൻ പൈസ ആയിട്ട് തരാതെ ഏട്ടനെയും കൂട്ടി മക്കൾക്കുള്ള സാധനമൊക്കെ വാങ്ങിച്ച് ഇങ്ങോട്ട് വന്നത്. നിനക്ക് വിഷമമൊന്നുമില്ല സുജയ്? വിഷമ എന്തിനാ ചേച്ചി വിഷമിക്കന്നെ? എന്റെ മക്കളുടെ സന്തോഷം ചേച്ചി കണ്ടില്ലേ? അതന്നെയാണ് എന്റെ സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ചേച്ചി ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുതരുന്നത്. അതൊന്നും കുഴപ്പമില്ല സുജയ്. ഇത് ആരെയും കാണിക്കണ്ട. നീ മക്കൾക്കുള്ളത് എന്തും വാങ്ങിച്ചു കൊടുക്കുക. അവരുടെ കാര്യത്തിൽ നീ ഒരു കുറവും വരുത്തരുത്. അവരുടെ പഠിപ്പ് നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നീ ചോദിക്കാനും മടിക്കരുത്.
കേട്ടല്ലോ? എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം തീരും സുജെ, എല്ലാം തീരും. എന്നാ ഞാൻ പോട്ടെ. ചേച്ചി എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് പോവാ. ഇരിക്ക്. വേണ്ട വേണ്ട, ഏട്ട ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട സുജെ, കുഴപ്പമില്ല. എന്തായാലും ഞാൻ വന്നത് ആരും അറിയണ്ട. ഞാൻ പോട്ടെ സുജെ. പിന്നെ സുജെ, ജീവിതത്തിൽ യാതൊരു ഉപകാരമില്ലാത്തവരുടെ കൂടെ ജീവിതകാലം മുഴുവനും നരകിച്ച് ജീവിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടാ. പോട്ടെ. ജീവിതം അതൊന്നേ ഉള്ളൂ. എല്ലാം ഒരു നാൾ ശരിയാകുമെന്ന് കരുതി കാത്തിരുന്നാൽ ചിലപ്പോൾ ആ കാത്തിരിപ്പ് ഒരു തീരാ നഷ്ടമായി തീർന്നേക്കാം. സ്വന്തം സന്തോഷം മാത്രം നോക്കി മദ്യപാനത്തിനും മറ്റും അടിമപ്പെട്ട് സ്വന്തം കുടുംബത്തെ വലിയ ദുഃഖത്തിലേക്കും കഷ്ടപ്പാടിലേക്കും തള്ളി നീക്കുന്ന ഇതുപോലെയുള്ള ഭർത്താക്കന്മാരുടെ കൂടെ എല്ലാം സഹിച്ച് ജീവിതാവസാനം വരെ തള്ളി നീക്കുന്നതാണോ ശരി? അതോ ഈ കഥയിലെ ഈ ചേച്ചി പറഞ്ഞതുപോലെ ജീവിതത്തിൽ യാതൊരു ഉപകാരവും ഇല്ലാത്തവരുടെ കൂടെ ജീവിതകാലം മൊത്തം നരകിച്ച് ജീവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അതാണോ ശരി? ശരിയേത് തെറ്റേതെന്ന് നമ്മൾ തിരിച്ചറിയാൻ വൈകുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലെ വലിയ നഷ്ടം തന്നെയായിരിക്കും.